നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിൻ അൽവാരസ് FC ബാഴ്സലോണ എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഫബ്രിസിയോ റൊമാനോ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഏതായാലും അതിനോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഫബ്രിസിയോ റൊമാനോയുടെ പോസ്റ്റുകളുണ്ടല്ലോ, ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ പോസ്റ്റ് ഇട്ട് ഫബ്രിസിയോയെയും അവരിപ്പോൾ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ബാഴ്സലോണയെ ശരിക്കും കളിയാക്കി വിട്ടിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിലാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ബാഴ്സലോണ ഒരു സിംഹം എന്ന രൂപത്തിൽ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളെ ആ സിംഹത്തിൻ്റെ മുഖം മൂടി പിടിച്ച് മാറ്റുന്നു. അത് വെറും ഒരു സിംഹത്തിന് പകരം ഒരു പട്ടിയായിട്ട് മാറുന്നു. ബാഴ്സ അത്രയേ ഉള്ളൂ, ബാഴ്സ അറ്റംപ്റ്റിംഗ് ടു സൈൻ വൺ ഓഫ് യുവർ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ അവർ ആദ്യം തുടങ്ങിയത് ബ്രേക്കിംഗ്, ലാമിനെ യമാലിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ തുടങ്ങുന്നത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ബ്രേക്കിംഗ് ലാമിനെ യമാൽ, ഹിയർ വി ഗോ. ഫബ്രിസിയോയാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത്. ഫബ്രിസിയോയുടെ അതേ രൂപത്തിൽ പോസ്റ്റ് ഉണ്ടാക്കി ഹിയർ വി ഗോ എന്നൊക്കെ എഴുതിയിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം പെഡ്രിയുടെ ചിത്രം വെക്കുന്നു. വി ലൈവ് ഇൻ അൻ എറ വേർ റിയാലിറ്റി ക്യാൻ ബി ഓൾട്ടേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ഹിയർ വി ഗോ എന്ന് വീണ്ടും വെക്കുന്നു. അടുത്ത പോസ്റ്റ് വരുന്നത് റാഫീഞ്ഞയുടെ കാര്യത്തിൽ ബ്രേക്കിംഗ് ഹിയർ വി ഗോ, ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു സീ എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് റിലേറ്റഡ് ടു ബാസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് ഇടുന്നത്. അതിലവർ വളരെ കൃത്യമായിട്ട് കളിയാക്കുന്നുണ്ട്. ഒരു ബിഡ് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയിരിക്കുന്ന പോസ്റ്റാണ്. എന്നിട്ട് അവർ പറയുന്നു, ഇത്തരത്തിൽ ഞങ്ങൾ ആരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു താരത്തെക്കുറിച്ച് അല്ലെങ്കിൽ താരത്തിനെതിരെ നിരന്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ലീക്കാണ്, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് അടിച്ചു വിടുകയാണ്, കോൺസ്റ്റൻറ്റ് ഡിസ്റെസ്പെക്റ്റാണ്. ദി കൂളേ വേർഷൻ ഓഫ് ദി പ്രൊപ്പഗണ്ട മെഷീൻ ഇൻവെൻറ്റിങ് ലിറ്റിൽ സ്റ്റോറീസ്, പുതിയ സ്റ്റോറീസ്, അങ്ങനെ കൂളേ വേർഷൻസ്, അങ്ങനെ ഈ ഒരു പ്രൊപ്പഗണ്ട മെനഞ്ഞെടുത്തുകൊണ്ട് എത്തിക്കുന്നു. ഫോൺ കോളുകൾ, ഹെഡ് ടു ഹെഡ് ക്ലാഷിന് മുമ്പുള്ള ഫോൺ കോളുകൾ. പക്ഷെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇറ്റ് വുഡ് നെവർ ഒക്കർ ടു അസ് ഈദർ ടു ഹാവ് ദി വൈസ് പ്രസിഡൻറ്റ് ഓഫ് ദി റഫറി ഓൺ ദി പെറോൾ ഓർ ടു റിലേ പൊളിറ്റിക്കൽ ഫേവർ ടു രജിസ്റ്റർ പ്ലേയേഴ്സ് റെസ്പെക്റ്റ് ആൻഡ് വാല്യൂസ് എന്നാണ് അവർ കുറിക്കുന്നത്. അത് ഒരിക്കലും ഞങ്ങളുടെ പെറോളിൽ റഫറിമാരുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ പേരുണ്ടാവില്ല. ബാഴ്സയുടെ നെഗ്രിയേറിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൊളിറ്റിക്കൽ ഫേവേഴ്സിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കളിയാക്കി വിട്ടിരിക്കുകയാണ്. അത് ബാഴ്സലോണയും കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫബ്രിസിയോ റൊമാനോക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട്. അതിൽ അവർ കുറിക്കുന്നുണ്ട് ബ്രേക്കിംഗ് ഹിയർ വി ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ലാമിനെ യമാലിൻ്റെ ചിത്രം പങ്കുവെച്ചെടുത്ത് അവർ കൊടുക്കുന്നുണ്ട്. റിമെമ്പർ ഇറ്റ് ടുക്ക് ജസ്റ്റ് 5 minutes ടു ക്രിയേറ്റ് ദീസ് ഫേക്ക് പോസ്റ്റ്. ഇങ്ങനെ ഫേക്ക് പോസ്റ്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് വിടാൻ വെറും 5 മിനിറ്റ് മതി എന്നുള്ളത് കൂടി അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ അവർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.